ജൂനിയർ എംബാപ്പെ. ഇസ്രയേൽ സ്വദേശിയാണ്. കടല് കാണാനും കൂട്ടുകാർക്കൊപ്പം കളിക്കാനുമായി അച്ഛനൊപ്പം കോവളത്തെത്തിയതാണ്. കടലിൽ കുളിക്കുന്നതിനേക്കാൾ ഏറെ പ്രിയം മണ്ണ് വാരാനാണ്. അങ്ങനെ കുഴിച്ചതാണ് ഈ കുഴി. ഇവൻ വന്നിട്ട് ഈ നാട്ടുകാരനല്ല, ഇവൻ വന്നിട്ട് ഇസ്രായേൽ നാഷണാലിറ്റി ഉള്ളതാണ്. അമ്മ വന്നിട്ട് ഇസ്രായേലിയാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇപ്പോഴേ അവൻ എല്ലാത്തിലും മിടുക്കനാണ്. ഇവനെ വിളിക്കുന്നത് ജൂനിയർ എംബാപ്പെ എന്നാണ്. നീണ്ട ഇടവേളകൾക്ക് ശേഷം വീണ്ടും കോവളം ബീച്ച് സന്ദർശകരുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ്. കടലിൽ കുളിക്കാനും ചാടിത്തിമിർക്കാനും ഇനി നിയന്ത്രണങ്ങളില്ല. Security and beach are most beautiful in Kerala. I am from MP. Yeah, enjoying with my family. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെയല്ലേ, ഇതിത്തിരി ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരയുമാണ് ഇവിടെ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങൾ 15 പേരുണ്ട്. എല്ലാം ഞങ്ങളൊക്കെ ഒരു ഒറ്റ ഫാമിലി ആയിട്ട് വന്നത്. വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നല്ല തിരക്കാണ്, കുഴപ്പമില്ല. ഓ, ഫസ്റ്റ് ടൈമാണ്. വീട് ഒറ്റപ്പാലം. അല്ല, വണ്ടർഫുൾ. അടിക്കടി ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നാണ് കടലിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. നിയന്ത്രണങ്ങളൊക്കെ മാറിയപ്പോൾ ശരിക്കും പെട്ടുപോയത് ലൈഫ് ഗാർഡുകളാണ്. ഇത് ഹവ ബീച്ചാണ്. അപ്പുറത്ത് ലൈറ്റ് ഹൗസ് ബീച്ചുണ്ട്, ഇപ്പുറത്ത് സമുദ്ര ബീച്ചുണ്ട്. 3 ബീച്ചിലും കൂടി ആ കൂടി 15 പേരാണ്. പഴയതുപോലെ നമ്മൾ 20 പേര് കിടന്ന് ചെയ്യുന്നിടത്ത് നമ്മൾ 10 പേരെ 15 പേരെ കൊണ്ട് നടക്കുന്നില്ല. അതുമാത്രമല്ല, പഴയതിനേക്കാളും ഒത്തിരി ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. സന്ദർശക നിയന്ത്രണം എടുത്തു മാറ്റിയതോടുകൂടി ഇനിയും വരും ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ശ്യാംകുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.